എന്നിട്ട് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കണ്ടന്റാണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചു എന്ന് വിളിക്കപ്പെടുന്ന രാഹുൽ തൻ്റെ ജീവിതകഥ വെളിപ്പെടുത്തി എത്തിയിരുന്നു. അച്ഛൻ്റെ 3 വിവാഹങ്ങളെക്കുറിച്ചും ആ സമയങ്ങളിൽ താൻ അനുഭവിച്ച ഒറ്റപ്പെടലിനെക്കുറിച്ചും രേണുവും കുടുംബവും കാരണം നേരിടേണ്ടി വന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ചുമെല്ലാം കിച്ചു സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. അച്ഛനോട് മിണ്ടാനും സ്നേഹം പ്രകടിപ്പിക്കാനും ഒന്നും രേണു വന്നതിന് ശേഷം സാധിച്ചില്ലെന്നും ഒറ്റപ്പെടൽ മൂലം ലഹരി ഉപയോഗം പോലും ഒരു ഘട്ടത്തിൽ താൻ തുടങ്ങിയെന്നു പോലും കിച്ചു പറഞ്ഞു. ആ വീഡിയോ വൈറലായതിന് പിന്നാലെ ഇതുവരെ രേണുവിനെ പിന്തുണച്ചവരെല്ലാം രേണുവിനും കുടുംബത്തിനും എതിരെ തിരിഞ്ഞു. കമൻറ്റ് ബോക്സ് മുഴുവൻ രേണുവിനെ പരിഹസിച്ചും വിമർശിച്ചുമുള്ള കമൻറ്റുകൾ. ഇപ്പോഴിതാ തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും മറുപടിയുമായി എത്തിയിരിക്കുകയാണ് രേണു. സോഷ്യൽ മീഡിയയിലും റിയാക്ഷൻ വീഡിയോയും ചെയ്യുന്നവർ നൽകുന്ന സ്ട്രെസ് താങ്ങാൻ കഴിയുന്നില്ലെന്നും ആത്മഹത്യയുടെ വക്കിലാണെന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് രേണു. എൻ്റെ അവസാനത്തെ ഉത്തരം ലഭിക്കട്ടെ എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ രേണു പങ്കിട്ടിട്ടുള്ളത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. രേണുസുതിക്കൊപ്പം അല്ലെങ്കിൽ രേണുസുതിക്ക് മുകളിൽ എന്ന രീതിയിലാണ് കണ്ടന്റ് തിരയുന്നവന്മാർ. രേണുസുതി എന്ന കണ്ടന്റ് മാത്രമേ ഇവർക്കുള്ളൂ, വേറൊരു കണ്ടന്റുമില്ലേ? തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാനും ഫേസ്ബുക്കിൽ വീഡിയോകൾ എന്തെങ്കിലും കാണാനായി നോക്കാറുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തതെന്ന മട്ടിലാണ് മുഴുവൻ കമൻറ്റുകളും. എല്ലാവർക്കും അറിയാം കണ്ടന്റാണ് രേണുസുതി എന്നത്. കാശ് കിട്ടുന്നുണ്ടാകും ഇവർക്കെല്ലാം എന്ന് അറിയാം. ഞാനിടുന്ന ഈ വീഡിയോ ആഘോഷിക്കാനും ആളുകൾ കാണുമെന്ന് എനിക്കറിയാം. അവൾ കള്ളക്കരച്ചിലുമായി ഇറങ്ങി, മുതലക്കണ്ണീരുമായി ഇറങ്ങി എന്നൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ആളുകൾ പറയും എന്നും എനിക്കറിയാം. എനിക്ക് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം. കേൾക്കാവുന്നതിൻ്റെ അപ്പുറം ഞാൻ കേട്ടു. അത് ഞാൻ ചെയ്യാത്തതിന് കാരണം ചില കാര്യങ്ങൾ എന്നെ പിന്നോട്ട് വലിക്കുന്നത് കൊണ്ടാണ്. ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുകയാണ്. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തത്. നെഗറ്റീവ് കണ്ടന്റ് ചെയ്യുന്നവർ എനിക്ക് നൽകുന്ന സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അവസാനം അതുതന്നെ ചെയ്യുമായിരിക്കും. എന്ത് അറിഞ്ഞിട്ടാണ് ആളുകൾ എന്നെ തെറിവിളിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നുമാണ് രേണു പറയുന്നത്. എന്നാൽ ആ വീഡിയോയ്ക്കും ഇപ്പോൾ രേണുവിനും കുടുംബത്തിനും ഉണ്ടായിരിക്കുന്ന ഡാമേജ് മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പൊട്ടിക്കരഞ്ഞുള്ള വീഡിയോയെ പരിഹസിച്ചും ആളുകൾ പ്രതികരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നീ കരഞ്ഞിട്ടിരിക്കുന്ന വീഡിയോ ഇല്ലേ, ആ ചെക്കൻ വർഷങ്ങളായി അനുഭവിച്ച കണ്ണീരിൻ്റെ അത്ര വരില്ല. അഹങ്കാരം കണ്ടപ്പോഴേ തോന്നിയിരുന്നു അധപ്പതനം അടുത്തു തന്നെ ഉണ്ടാകുമെന്ന്. നമിച്ചു. ഇത്രയും നാൾ വെറുതെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോഴാണ് സംഭവം മനസ്സിലായി എന്നും ഒക്കെയാണ് കമൻറ്റുകൾ.